ലോഗോസ് ക്വിസ് 2024 ഗ്രൂപ്പ് എയുടെയും ബിയുടെയും ആൻസർ കീ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, അന്യദൈവങ്ങളെ ആരാധിച്ചതുകൊണ്ട് ഇസ്രായേലിനെതിരെ കോപം ജ്വലിച്ച കർത്താവ് അവരെ ഏൽപ്പിച്ചു കൊടുത്തത് ആർക്ക്? കവർച്ചക്കാർക്ക്. ഗിദെയോൻ 300 പേരെ എത്ര ഗണമായാണ് തിരിച്ചത്? 3. കവർച്ച ചെയ്തിരുന്നവരുടെ ആധിപത്യത്തിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ രക്ഷിച്ചത് ആര്? ന്യായാധിപന്മാർ. ഇസ്രായേൽ ജനം മൊവാബ് രാജാവായ എഗ്ലോണിനെ എത്ര വർഷം സേവിച്ചു? 18 വർഷം. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ആരെക്കുറിച്ച് തടിച്ചു കൊഴുത്ത മനുഷ്യനെന്ന് വിശേഷിപ്പിക്കുന്നത്? എഗ്ലോൺ. ഇസ്രായേൽ ജനം 20 വർഷം ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടത് ഏത് രാജാവിന്റെ കാലത്താണ്? യാബീൻ. ആരാണ് കൂടാരവാസികളിൽ ഏറ്റവും ധന്യ? ജായൽ. മിദ്യാൻകാരുടെ കയ്യിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ മോചിപ്പിക്കാൻ കർത്താവ് തെരഞ്ഞെടുത്ത ഗിദെയോന്റെ ഗോത്രം മനാസെ. ഗിദെയോൻ കർത്താവിന്റെ ദൂതനെ സമർപ്പിച്ച ഇറച്ചിയും പുളിപ്പില്ലാത്ത അപ്പവും എവിടെ നിന്ന്? ഉയർന്ന തീയിലാണ് ദഹിച്ചത്, പാറയിൽ നിന്ന്. ഗിദെയോന്റെ ആദിജാതന്റെ പേരെന്ത്? യദർ. ബാൽബെറീത്തിനെ ദൈവമാക്കിയത് കൊണ്ട് ആരുടെ കുടുംബത്തോടാണ് ഇസ്രായേൽ ജനം ഒട്ടും കരുണ കാണിക്കാതിരുന്നത്? ഗിദെയോന്റെ. ദാൻ ഗോത്രത്തെ മലമ്പ്രദേശത്തേക്ക് തള്ളിവിട്ടത് ആര്? അമോര്യർ. എത്ര ഫിലിസ്തീനെയാണ് അനാത്തിന്റെ പുത്രനായ ശങ്കാർ ചാട്ട കൊണ്ട് കൊന്നത്? 600. യാബിന്റെ സേനാധിപതി സിസേറ എവിടെ വെച്ച് ബാറാക്കിനെ എതിർക്കാൻ കർത്താവ് ഇടയാക്കുമെന്നാണ് ദബോറ ബാറാക്കിനോട് പറഞ്ഞത്? കിഷോൺ നദി. ഹെബ്രോൺ മുമ്പ് അറിയപ്പെട്ടത് എങ്ങനെ? കിരിയാത്ത് അർബ. അവന് വേണ്ടി നിൽക്കുന്നവരെല്ലാം പ്രഭാതത്തോടെ വധിക്കപ്പെടും. ആർക്ക് വേണ്ടി നിൽക്കുന്നവരാണ് വധിക്കപ്പെടുന്നത്? ബാലിന് വേണ്ടി. അബിമേലെക്കിനും ശെക്കെ നിവാസികൾക്കും ഇടയ്ക്ക് ദൈവം ആരെയാണ് അയച്ചത്? ദുരാത്മാവിനെ. അബിമേലെക്കിന് ശേഷം ഇസ്രായേലിനെ രക്ഷിക്കാൻ ആരാണ് നിയുക്തനായത്? തോല. വൃക്ഷങ്ങൾ തങ്ങൾക്കൊരു രാജാവിനെ അഭിഷേകം ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ ആദ്യം സമീപിച്ചത് ഏത് വൃക്ഷത്തെയാണ്? ഒലിവുമരത്തെ. താഴെ പറയുന്നവയിൽ ആരാണ് ഇസ്രായേലിന്റെ 22 വർഷം ന്യായപാലനം നടത്തിയത്? ജായിർ. ദബോറയുടെ കീർത്തനത്തിൽ ഏത് നിവാസികളെ കഠിനമായി ശപിക്കാനാണ് കർത്താവിന്റെ ദൂതൻ പറയുന്നത്? മൊറോസ് നിവാസികളെ. കീർത്തനത്തിൽ ഏത് നിവാസികളെ കഠിനമായി ശപിക്കാനാണ് കർത്താവിന്റെ ദൂതൻ പറയുന്നത്? മൊറോസ് നിവാസികളെ. സ്വപ്നോ അതിന്റെ വ്യാഖ്യാനം കേട്ടപ്പോൾ ഗിദെയോൻ ആദ്യം ചെയ്തത് എന്ത്? ദൈവത്തെ വണങ്ങി. എന്തിന് നിന്റെ പട്ടാളത്തിന് ഞങ്ങൾ അപ്പം തരണം? ഗിദെയോനോട് ആരാണ് ഇങ്ങനെ ചോദിച്ചത്? സുക്കോത്തിലെ ജനങ്ങൾ. താഴ്വര നിവാസികൾക്ക് ഇരുമ്പുരഥങ്ങൾ ഉള്ളതിനാൽ അവരെ തുരത്താൻ കഴിയാതിരുന്ന ഗോത്രമേത്? യൂദ. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ഇസ്രായേൽ ജനം കർത്താവിന് ബലിയർപ്പിച്ചതായി ആദ്യമായി രേഖപ്പെടുത്തുന്ന സ്ഥലം? ബോക്കീം. ആർക്കാണ് അറിവ് കുറയുമെന്ന് പറയുന്നത്? അനുഭവജ്ഞാനമില്ലാത്തവന്. പൂരിപ്പിക്കുക. സുചിന്തമായ കാര്യങ്ങൾ എനിക്ക് ഇനിയും പറയാനുണ്ട്. ഞാൻ ഡാഷാണ്, പൂർണ്ണചന്ദ്രനെ പോലെ പൂരിതനാണ്. അവൻ്റെ പ്രത്യാശ അവൻ്റെ രക്ഷണയിലാണ്. അവൻ ആര്? ദൈവഭക്തൻ. ആരോടാണ് വലിയ ഉദ്യമത്തെപ്പറ്റി ആലോചന നടത്തരുതെന്ന് പ്രഭാഷകൻ പറയുന്നത്? മടിയനായ ദാസനോട്. സമാധാന ബലിക്ക് തുല്യമായ പ്രവൃത്തി ഏതെന്നാണ് പ്രഭാഷകൻ സൂചിപ്പിക്കുന്നത്? കൽപ്പനകൾ അനുസരിക്കുന്നത്. പ്രഭാഷകന്റെ അഭിപ്രായത്തിൽ ആരാണ് വളരെ കാര്യങ്ങൾ അറിയുന്നത്? വിദ്യാസമ്പന്നൻ. അവൻ്റെ പ്രാർത്ഥന മേഘങ്ങൾ തുളച്ചു കയറുന്നു. ആരുടെ പ്രാർത്ഥന? വിനീതന്റെ. ദരിദ്രരോട് പക്ഷപാതം കാണിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആരുടെ പ്രാർത്ഥന കർത്താവ് കേൾക്കുമെന്നാണ് പറയുന്നത്? തിന്മയ്ക്ക് വിധേയനായവന്റെ. അവിടുന്ന് സ്വീകരിക്കുകയില്ല എന്ന് പ്രഭാഷകൻ 35 അധ്യായത്തിൽ പറയുന്നത് എന്തിനെ കുറിച്ചാണ്? കൈക്കൂലി. ആരുടെ ബലികളിൽ അത്യുന്നതന് പ്രസാദിക്കുന്നില്ല എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ദൈവഭക്തി ഇല്ലാത്തവന്റെ. പ്രഭാഷകന്റെ അഭിപ്രായത്തിൽ എന്താണ് പുരുഷന്റെ ഏറ്റവും വലിയ സമ്പത്ത്? ഭാര്യ. അങ്ങയുടെ ഡാഷ് കൊണ്ട് അങ്ങയുടെ ആലയത്തിൽ നിറയ്ക്കണമേ, മഹത്വം കൊണ്ട്. കരുണയ്ക്ക് പകരം കരുണ കാണിക്കുന്നത് ഏത് ബലിക്ക് തുല്യമാണ്? ദാന്യബലി. പ്രഭാഷകന്റെ അഭിപ്രായത്തിൽ കർത്താവ് ആദിജാതനെ പോലെ പരിഗണിച്ചത് ആരെയാണ്? ഇസ്രായേലിനെ. ആരോട് നന്ദിയെ പറ്റി ആലോചന നടത്തരുതെന്നാണ് പ്രഭാഷകൻ പറയുന്നത്? വിദ്വേഷിയോട്. പ്രഭാഷകന്റെ അഭിപ്രായത്തിൽ ആരുടെ നാമമാണ് അനശ്വരമാകുന്നത്? ജ്ഞാനിയുടെ. മനുഷ്യന്റെ ജീവിതത്തിലെ പ്രാഥമിക ആവശ്യങ്ങളിൽ 7ാമത്തേതായി പറയുന്നത് തേൻ. പൂരിപ്പിക്കുക. അവിടുത്തെ ഡാഷ് പരിമിതമാക്കുക. രക്ഷാകര ശക്തിയെ. മരണദിനത്തെക്കുറിച്ച് ഹൃദയചാഞ്ചല്യവും ഭയവും ഉൾക്കൊണ്ടവും ആർക്കാണ്? ആദത്തിന്റെ സന്തതികൾക്ക്. പൂരിപ്പിക്കുക. കൈക്കൂലിയും അനീതിയും നിർമ്മാർജ്ജനം ചെയ്യപ്പെടും. ഡാഷ് എന്നേക്ക് നിലനിൽക്കും. വിശ്വസ്തത. പ്രഭാഷകന്റെ അഭിപ്രായത്തിൽ ആർക്കാണ് സന്തോഷം ലഭിക്കുക? ഔദാര്യശീലന്. പൂരിപ്പിക്കുക. ഡാഷ് ഏത് ഭക്ഷണവും സ്വീകരിക്കുന്നു? ഉദരം. പ്രഭാഷകന്റെ അഭിപ്രായത്തിൽ സ്വർണത്തെയും വെള്ളിയേക്കാൾ ശ്രേഷ്ഠമായത് എന്ത്? സതുപദേശം. ആർക്കാണ് ഭിക്ഷാടനം മധുരിക്കുന്നത്? നിർലജ്ജന്. പൂരിപ്പിക്കുക. ഡാഷ് അനേകരെ വഞ്ചിച്ചിട്ടുണ്ട്. സ്വപ്നങ്ങൾ. കാണപ്പെടാത്ത കുഴിമാടങ്ങൾ പോലെയാണ് നിങ്ങൾ എന്ന് യേശു കുറ്റപ്പെടുത്തുന്ന യഹൂദ വിഭാഗം ഏത്? ഫരിസേയർ. നീതിരഹിതനായ കാര്യസ്ഥനെ യജമാനെ പ്രശംസിച്ചത് എന്തുകൊണ്ട്? കൗശലപ്പുറം പ്രവർത്തിച്ചതിനാൽ. ഈ കാലത്തെ വ്യാഖ്യാനിക്കാൻ അറിയാത്തവരെ യേശു വിളിക്കുന്നത് എന്ത്? കപടനാട്ടിക്കാർ. ദൈവപരിപാലനയിൽ ആശ്രയിക്കുന്നതിനെ കുറിച്ച് യേശു അരുളി ചെയ്തത് ആരോടാണ്? ശിഷ്യരോട്. അനുദപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് ദൈവത്തിന്റെ ദൂതന്മാരുടെ മുമ്പിൽ സന്തോഷമുണ്ടാകും. ഏത് ഉപമയിലാണ് യേശു ഇത് പറഞ്ഞത്? കാണാതായ നാണയത്തിന്റെ ഉപമ. വലിയ സദ്യ ഒരുക്കിയ യജമാനൻ അക്കാര്യം ക്ഷണിക്കപ്പെട്ടവരെ അറിയിച്ചപ്പോൾ ഒഴിവുകഴിവ് പറഞ്ഞത് എത്ര പേരാണ്? 3. യേശു ഒരിക്കൽ ശിഷ്യന്മാരെ ശാസിക്കുകയുണ്ടായി. പ്രദേശം സമരിയ. അധ്യായം വാക്യവും എല്ലാ കാര്യങ്ങളിലും പിതാവ്. ലൂക്ക 10:22 വാക്യം. പൂരിപ്പിക്കുക. 5 കുരുവികൾ 2 നാണയത്തൊട്ടതിന് വിൽക്കപ്പെടുന്നില്ലേ? ഈ തലമുറ ദുഷിച്ച തലമുറയാണ്, അടയാളം അന്വേഷിക്കുന്നു. ഇങ്ങനെ അരുളി ചെയ്തത് ആരോടാണ്? ജനക്കൂട്ടത്തോട്. ലൂക്കായുടെ സുവിശേഷത്തിൽ നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന ചോദ്യം യേശുവിനെ പരീക്ഷിച്ചത് നിയമജ്ഞൻ. ലൂക്ക 13:3 യേശു ജനക്കൂട്ടത്തോട് എന്തിനുള്ള മുന്നറിയിപ്പാണ് നൽകിയത്? പശ്ചാത്താപം.
ശരീരത്തെ കൊല്ലുന്നതിൽ കവിഞ്ഞ് ഒന്നും ചെയ്യാൻ കഴിയാത്തവരെ നിങ്ങൾ ഭയപ്പെടേണ്ട എന്ന് യേശു പഠിപ്പിക്കുന്നത് ശിഷ്യന്മാരെ എങ്ങനെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ്. എൻ്റെ സ്നേഹിതരെ, ലൂക്ക 15:11 ആർക്കാണ് 2 പുത്രന്മാരുണ്ടായത്? ഒരു മനുഷ്യന്. നാം വിജനവിദേശത്തായതുകൊണ്ട് ഗ്രാമങ്ങളിലും നാട്ടിൻപുറങ്ങളിലും പോയി താമസിക്കുന്നതിനും ഭക്ഷണ സാധനങ്ങൾ വാങ്ങുന്നതിനും ജനങ്ങളെ പറഞ്ഞയക്കുക. ആര് പറഞ്ഞു? 12 പേർ. അവൻ പിശാചുക്കളുടെ തലവനായ ബെൽസെബുലിനെ കൊണ്ടാണ് പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നത്. യേശുവിനെ കുറിച്ച് ആരാണ് ഇപ്രകാരം പറഞ്ഞത്? ജനങ്ങളിൽ ചിലർ. വിജ്ഞാനത്തിന്റെ താക്കോൽ കരസ്ഥമാക്കിയിരിക്കുന്ന യേശു പറഞ്ഞത് ആരോടാണ്? നിയമജ്ഞരോട്. ബലിപീഠത്തിന് വിശുദ്ധ സ്ഥലത്തിന് മധ്യ വെച്ച് കൊല്ലപ്പെട്ട പ്രവാചകൻ സക്കറിയ. ഹെറോദോസ് യേശുവിനെ കൊല്ലാൻ ഒരുങ്ങുന്ന വാർത്ത യേശുവിനെ അറിയിച്ചത് ആര്? ഫരിസയർ. 18 വർഷമായി സാത്താൻ ബന്ധിച്ച അബ്രാഹത്തിന്റെ ഈ മകളെ സാബത്ത് ദിവസം അഴിച്ചുവിടേണ്ടതില്ലെന്നോ? യേശുവിന്റെ ചോദ്യം കേട്ട് ലജ്ജിച്ചത് ആര്? യേശുവിന്റെ പ്രതിയോഗികൾ. ലൂക്ക 15 അധ്യായത്തിൽ യേശുവിന്റെ വാക്കുകൾ കേൾക്കാൻ അടുത്ത് വന്ന ജനക്കൂട്ടത്ത് അവന്റെ അടുത്ത് വന്നുകൊണ്ടിരുന്നത് ആരെല്ലാം? ചുങ്കക്കാരും പാപികളും. കടുകുമണിയുടെ ഉപമയ്ക്ക് ശേഷം പറഞ്ഞ ഉപമ പുളിമാവിന്റെ ഉപമ. ഏത് വാക്കാണ് ലൂക്ക 13:28 ഇല്ലാത്തത്? മോശ. സാപത്തിൽ രോഗശാന്തി നൽകുന്നത് അനുവദനീയമേ അല്ലയോ എന്ന് യേശു ആരോടാണ് ചോദിച്ചത്? നിയമജ്ഞരോടും ഫരിസയരോടും. അധ്യായം വാക്യം സ്വന്തം കുരിശു വഹിക്കാതെ. ലൂക്ക 14:27 കർത്താവ് പൗലോസിനെ അധികാരപ്പെടുത്തിയിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? കൊറിന്തോസുകാരെ വളർത്തിയെടുക്കാൻ. എത്ര സാക്ഷികളുടെ മൊഴിയിലാണ് ഏത് കാര്യവും സ്വീകരിക്കേണ്ടതെന്ന് പൗലോസ്ലിഹ പറയുന്നത്? 2 3. പുറമേ മത്സരം, അകമേ ഭയം. പൗലോസ്ലിഹയുടെ ഈ പരാമർശം എവിടത്തെ ക്ലേശങ്ങളെക്കുറിച്ചാണ്? മെക്കോദോനിയ. കൊറിന്തോസരുടെ ഇടയിലെ ശുശ്രൂഷ പങ്കുകാരനും സഹപ്രവർത്തനം എന്ന് പൗലോസ്ലിഹ വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? തീത്തോസ്. പൂരിപ്പിക്കുക. ഞങ്ങൾ യഥാർത്ഥത്തിൽ അഭ്യുന്നതിക്ക് വേണ്ടി ദൈവസമക്ഷം സമസ്തവും ക്രിസ്തുവിൽ പ്രസംഗിച്ചു. സഹോദരരെ, ആശയറ്റവരെ സമാശ്വസിക്കാൻ ദൈവം ആരുടെ സാന്നിധ്യം വഴി പൗലോസ്ലിഹയെ സഹപ്രവർത്തകർക്ക് സമാശ്വാസം നൽകിയത്? തീത്തോസിന്റെ. ആരെ ശുശ്രൂഷിക്കാനുള്ള ഭാഗ്യത്തിൽ തങ്ങളെ കൂടെ ഭാഗവാക്കുകളാകണം? വിശുദ്ധരെ. എത്ര പ്രാവശ്യമാണ് പൗലോസ്ലിഹ വടികൊണ്ട് അടിക്കപ്പെട്ടത്? 3. കൊറിന്തോസുകാർ മികച്ചു നിൽക്കുന്നതായി പറയുന്നത് വിജ്ഞാനം. ദൈവഹിതപ്രകാരമുള്ള ദുഃഖം രക്ഷാകരമായ പശ്ചാത്താപം ജനിപ്പിക്കുമ്പോൾ ലൗകികരമായ ദുഃഖം മരണത്തിലേക്ക് നയിക്കുന്നു. സർപ്പം തന്ത്രപൂർവ്വം ചതിച്ചത് ഹവ്വയെ. അരത്തോസ് രാജാവിന്റെ ദേശാധിപതി പൗലോസ്ലിഹയെ പിടികൂടുന്ന ഏത് നഗരത്തിൽ കാവലേർപ്പെടുത്തി? ദമാസ്കസ്. പൂരിപ്പിക്കുക. ഡാഷ് പ്രതിഫലം കൂടാതെ പ്രസംഗിച്ചു ദൈവത്തിന്റെ സുവിശേഷം. 2 കൊറിന്തോസ് 13:11 പൗലോസ്ലിഹ നൽകുന്ന ഉപദേശങ്ങളിൽ പെടാത്തത് എൻ്റെ ഉപദേശം സ്വീകരിക്കുവിൻ. പൗലോസ്ലിഹായ്ക്ക് കൊറിന്തോസുകാരുടെ തോന്നായി 2 കൊറിന്തോസ് 11 അദ്ദേഹത്തിൽ സൂചിപ്പിക്കുന്നത് എന്താണ്? ദൈവികമായ അസൂയ. പൗലോസ്ലിഹയുടെ അഭിപ്രായത്തിൽ എപ്രകാരം നൽകുന്നവനെയാണ് ദൈവം സ്നേഹിക്കുന്നത്? സന്തോഷപൂർവ്വം നൽകുന്നവനെ. നിങ്ങളുടെ അടുത്ത് എത്തിയിട്ടില്ലാത്തവരെ പോലെ കൈയെത്തിച്ചു പിടിക്കാൻ ഉദ്യമിക്കുകയല്ല. ക്രിസ്തുവിന്റെ സുവിശേഷവുമായി നിങ്ങളുടെ അടുത്ത് വന്നത് ഞങ്ങളാണല്ലോ. വിശുദ്ധി പരിപൂർണ്ണമാക്കേണ്ടത് എന്തിലാണ്? ദൈവഭയത്തിൽ. കൊറിന്തോസുകാരെ കുറിച്ചുള്ള ആത്മാർത്ഥമായ താല്പര്യം ദൈവം ആരുടെ ഹൃദയത്തിലാണ് ഉദ്ദീപിച്ചത്? തീത്തോസിന്റെ. പരസ്പരം അളക്കാനും തുലനം ചെയ്യാനും സാഹസപ്പെടുന്ന വിഡ്ഢികളാണവർ. ആര്? ആത്മപ്രശംസ നടത്തുന്നവർ. പൂരിപ്പിക്കുക. അഭിമാനിക്കുന്നവർ ഡാഷിൽ അഭിമാനിക്കട്ടെ കർത്താവിൽ. പൗലോസ്ലിഹ എത്ര ദിവസം കടലിൽ ഒഴുകി? 1 രാത്രി 1 പകലും. എത്ര പ്രാവശ്യം യഹൂദരുടെ കയ്യിൽ നിന്ന് ഒന്നു കുറയാതെ 40 അടി മേടിച്ചു? 5. പൂരിപ്പിക്കുക. അതിനാൽ എനിക്ക് മുൻപേ അടുത്ത് വന്ന് നിങ്ങൾ വാഗ്ദാനം ചെയ്ത ഉദാരമായ സംഭാവന മുൻകൂട്ടി സജ്ജമാക്കാൻ സഹോദരരെ പ്രേരിപ്പിക്കുക. അധ്യായം വാക്യവും. അവർണ്ണീയമായ ദാനത്തിന് ദൈവത്തിന് സ്തുതി. 2 കൊറിന്തോസ് 9:15. താങ്ക് യു.